കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതേ മാതൃക പിൻപറ്റുമോ എന്ന് അറിയാൻ കൗതുകമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ ഈ നിലപാട് സ്വീകരിക്കുമോ? പല്ലും നഖവും ഉപയോഗിച്ച് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള ഈ നീക്കത്തിനെതിരെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മുന്നിട്ടിറങ്ങുമോ എന്ന കാര്യം ഞങ്ങൾ വളരെ കൗതുകത്തോടെ നോക്കുകയാണ്. കോൺഗ്രസ് അവരുടെ മൃദുവർഗീയ സമീപനം, BJPയെ പിൻപറ്റുന്ന അത്തരം സമീപനം അവസാനിപ്പിച്ച് ഈയൊരു വിഷയത്തിലെങ്കിലും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന് ഞങ്ങൾ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. രാജ്യത്തിൻ്റെ ഭാവി അപകടത്തിലാകുന്ന ഇത്തരമൊരു ഘട്ടത്തിലെങ്കിലും കോൺഗ്രസ് RSSനെതിരായ പോരാട്ടത്തിന് നിർഭയമായി രംഗത്ത് വരാൻ തയ്യാറാകണം. രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കാനുള്ള ഈ അവസരത്തിൽ കോൺഗ്രസ് കേരള ഗവൺമെൻറ് സ്വീകരിക്കുന്ന കർക്കശമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകണമെന്ന് കോൺഗ്രസിനോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതിനവർക്ക് സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട നിമിഷങ്ങളാണ് ഈ വരുന്നത്. അതേ, അയോധ്യ പോലെ രാമക്ഷേത്ര വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത സമീപനം നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. ഏക സിവിൽ കോഡ് പ്രശ്നം ഉയർന്നു വന്നപ്പോഴും കോൺഗ്രസ് എടുക്കുന്ന സമീപനം നമ്മുടെ മുൻപിലുണ്ട്. രാജ്യസഭയിൽ ഏക സിവിൽ കോഡ് വന്ന ദിവസം ആ ചർച്ചയിൽ നിന്ന് മുങ്ങിക്കളഞ്ഞു. ഒരാളും ഉണ്ടായിരുന്നില്ല കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ. അതേ കോൺഗ്രസ് അതേ രാജ്യസഭയിൽ രാമക്ഷേത്ര വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രാമക്ഷേത്രം പണിതതിന് നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടൊരു പ്രമേയം കൊണ്ടുവരികയും ആ പ്രമേയത്തിന്മേൽ ചർച്ച നടത്തുകയും രാജ്യസഭ രാമക്ഷേത്രം പണിതതിന് പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ടൊരു പ്രമേയം പാസാക്കുകയും ചെയ്തു. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ അസാധാരണമായ ദിവസമായിരുന്നു അത്. ഏക സിവിൽ കോഡ് സ്വകാര്യ ബില്ലായി ഇതേ രാജ്യസഭയിൽ വരുമ്പോൾ ഒരാൾ പോലുമില്ലാതെ അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞ കോൺഗ്രസ്സുകാർ ഞാനീ പറഞ്ഞ രണ്ടാമത്തെ പ്രമേയത്തിന് എല്ലാവരും രാജ്യസഭയിൽ ഇരുന്നു എന്നുള്ളത് കൂടി കാണണം.